ഖത്തറിലെ ഋഷി ശരിക്കും പോലീസ് എന്ന് എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു സ്വഭാവം. ഖത്തറിൽ പോയി കൂടായിരുന്നു, ബാനായിരുന്നു എനിക്ക്. ഇപ്പോഴോ? ഇപ്പൊ പോയി, ഞാൻ ഇപ്പൊ അടുത്ത 4 ദിവസം പോയി തിരിച്ചു വന്നു. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി വെറുതെ പോലീസ് പിടിക്കുന്നുണ്ടോ എന്ന് പോയി. മൂന്നാമതായപ്പോഴത്തേക്ക് ഇയാള് വന്നിട്ട് മമ്മൂട്ടി അടിച്ചിട്ട് ഫ്രണ്ട്സൊക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇയാള് വിചാരിച്ചു നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെ ഇരുന്നിട്ട് പ്രകമ്പനത്തില് അമീനും സാഗറും ഒരു ടീമാണെങ്കിൽ ഇതിൽ വരുമ്പോ അമീനും സാഗറും രണ്ടും 2 ടീമിലാണ്, 2 ചേരിയിൽ നിന്നിട്ടാണ് നിങ്ങളെ യുദ്ധം. പണ്ട് കുറെ അഭിപ്രായം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ അജിത്തിന്റെ ക്യാമറ വെച്ചിട്ട് അടുത്ത ആഴ്ച വന്ന് വെക്കുന്ന ഇവന്റെ മുഖത്താ. ഇതെനിക്ക് അറിയാമായിരുന്നു. ഈ സാധനം തുടങ്ങുമ്പോ എന്റെ അടുത്താണ് വരാത്. നീ പൂമാനം കളിക്കാണ്ട് എന്തേലും പറ. പൂമാനം കട്ടുകൊണ്ടിട്ട് 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കും. ജോണി ചേട്ടൻ എന്തോ പറഞ്ഞ എന്തോ തെറ്റി ഡയലോഗ് പറഞ്ഞപ്പോ. ജോണി ചേട്ടൻ പ്രശ്നമൊന്നുമില്ല. ചാൻസ് ഉണ്ടായിരുന്നു. നമുക്ക് ഭയങ്കര വിഷമായിരുന്നു ഇവൻ പോവാത്തോണ്ട്. 2 ദിവസം സമാധാനത്തിൽ കഴിഞ്ഞു. എട്ടാം പണി ഊരാ കെട്ടാണിനി തീരാ ചുറ്റാണിനി ഏതോ. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും. ആരും അറിയാണ്ട് പോയി. പിന്നെ എത്ര തവണ കണ്ടു പ്രകമ്പനം? 8 തവണ തിയേറ്ററിൽ കണ്ടു. സ്വന്തം 8 തവണ പോയി കണ്ട സ്റ്റാർ. ഗുരുവായൂർ അമ്പലനടയിൽ എന്നെ തിരുത്തണ്ട. എന്തെങ്കിലും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുമ്പോ എന്തെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ സഹിച്ചാം. ഡെർബി സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്കിപ്പോൾ ഉള്ളത് അമീൻ, ജസ്നിയ, ഋഷി, ആദം സാബിക്. ഹായ്. നമസ്കാരം. എന്താണ് ഡെർബി? എന്താ ഡെർബി എന്നുള്ള വാക്കുകൊണ്ട് നിനക്ക് മനസ്സിലായി? എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മൾ ഈ 2 ടീം ഉണ്ടാവും, നമ്മൾ എക്സൈറ്റ്മെന്റ് ആയിട്ടിരിക്കുന്ന 2 ടീമുകൾ ഒരുമിച്ച് കളിക്കളത്തിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ നമ്മൾ പറയും ഡെർബി എന്നുള്ളൊരു വാക്ക് യൂസ് ചെയ്യും. നിങ്ങളും അതുപോലെയാണോ? എനിക്കറിയായിരുന്നു ഇത് അവൻ എന്നോട് ചോദിക്കുന്നത്. പഠിച്ചിട്ട് വരികയാണ്. അതുപോലെയാണ് നമ്മള് ഈ പടത്തില് കോളേജില് നമ്മളെ ഫസ്റ്റ് ഇയർ സീനിയർ ആയിട്ടുള്ള ഒരു ഫൈറ്റും പരിപാടികളും ജൂനിയേഴ്സും സീനിയേഴ്സും ആയിട്ടുള്ള ഫൈറ്റ്, അതാണ് ഇപ്പൊ ഡെർബി. ഫൈറ്റും പിന്നെ കോമഡി, ആക്ഷൻ. നിങ്ങളുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഞാൻ ട്രെയിലറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും പരിക്കുകളൊക്കെ പറ്റിയിരുന്നു? ഭയങ്കര അടിയായിരുന്നു. എല്ലാവർക്കും എനിക്ക് മൂക്കൊക്കെ ഇടിച്ചിട്ടുണ്ട്. ഞാൻ ഒരു ദിവസം ഹോസ്പിറ്റൽ ഒക്കെ കിടന്നുണ്ട്. ആഡമിന്റെ മുഖമൊക്കെ ഹോസ്പിറ്റൽ പോയി കണ്ടില്ല, നമ്മൾ ജീപ്പിൽ കാണിച്ചാ കിടന്നെന്ന് പറയാം. ഞാൻ വീട്ടിൽ കിടന്നില്ലേ, കാണിച്ചത് ഹോസ്പിറ്റലും. മനസ്സിലായി, അതാ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങള് ആക്ഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് വർക്ക്ഷോപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഡാൻസിന് ഉണ്ട്. പക്ഷെ അത് നടപ്പാവില്ലെന്ന് കരുതിയപ്പോ അവരത് നിർത്തി. ആക്ഷൻ സ്പോർട്ട് കൊറിയോഗ്രഫി ആയിരുന്നു. അപ്പൊ തവസി മാസ്റ്റർ പുള്ളി നമ്മളെല്ലാരും പെട്ടെന്ന് മോൾഡ് ചെയ്തെടുത്തു. ഒരു ഫൈറ്റിന് ഇത് കാണിച്ചു തരും. ഒരു 1-2 റിഹേഴ്സൽ ഞങ്ങൾ പോകും. അതിനൊന്നും സമയം കിട്ടില്ല, കാരണം അപ്പോഴത്തേക്കും അവിടെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരും ഇതെടുക്കാനായിട്ട്. അപ്പോൾ സ്പോർട്ട് ഗ്രാഫി പോലെയായിരുന്നു. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ആക്ഷൻ പടങ്ങൾ അതിനു മുമ്പ് ആക്ഷൻ ചെയ്തിട്ട് പരിചയമില്ലാത്ത ആൾക്കാരാണല്ലോ, അപ്പൊ അതിന് പെട്ടെന്ന് വരുമ്പം ഇതൊന്നും ഇല്ലാതെ നിങ്ങൾ അത് ചെയ്തു എന്നുള്ളത് ഭയങ്കര കളരി അങ്ങനത്തെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടായിരുന്നു? ഒന്നും. ജിമ്മി പോകും അല്ലാതെ. ജനിച്ചപ്പോഴേ ടാലന്റ് ആയിട്ട് ഞാൻ കരാട്ടയായിരുന്നു ആക്ച്വലി. ഇങ്ങനെ നോട്ടെ. ഓക്കെ. അപ്പൊ നിങ്ങക്ക് കോളേജ് ആ ഒരു ഇപ്പം എനിക്ക് തോന്നുന്നു പടക്കളം കഴിഞ്ഞതിന് ശേഷം ഫുൾ ഒരു കോളേജ് വൈബിൽ ഒരു സിനിമ വരുന്നത് ഡെർബിയാണ്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? നിങ്ങൾ ആ ഒരു ക്രൂ ഭയങ്കര യങ് ആയിട്ടുള്ള ആൾക്കാർ മൊത്തത്തിൽ ഒരു ഫുൾ ഡേ ആ ഒരു സെറ്റിൽ, എല്ലാ ഡേയും കോളേജ് സെറ്റിൽ, അത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ? അല്ല, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തതാ. ആദ്യത്തെ 2 ദിവസമൊക്കെ ഞാനിങ്ങനെ കുറച്ചൊന്നും മാറി നിൽക്കുന്ന ടൈപ്പായിരുന്നു. പിന്നെ ഋഷിയും വന്ന് ഡ്രൈവ് ചെയ്ത് ഇവരുടെ ഗ്രൂപ്പിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ ഇവരുടെ ഗ്യാങ് ആയിട്ട് അങ്ങ് സെറ്റായി പോയി. പിന്നെ ഞാൻ ഏറ്റവും ആക്സിഡന്റലായിട്ട് ഇതിൽ ജോയിൻ ചെയ്ത ആളാണ്. ലാസ്റ്റ് മിനിറ്റ് കാസ്റ്റ് ആയിരുന്നു ഞാൻ. ഷൂട്ട് തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ജോയിൻ ചെയ്ത ആളാണ് ഞാൻ. പക്ഷെ ഷൂട്ടും കാര്യങ്ങളും അടിപൊളിയായിരുന്നു. പക്ഷെ കൂടുതൽ ആക്ഷൻ സീക്വൻസസ് ആണ്. അത് ഇവര് ആക്ഷൻ ചെയ്യുന്ന കണ്ടാൽ നമുക്ക് പേടിയാവും. ഇപ്പം ആഡമിന്റെ ഒക്കെ മുഖം തടിച്ചു വീർത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ പരിക്കുണ്ടായിരുന്നു. അതുമാതിരി നമ്മുടെ പ്രവീൺ എന്ന് പറഞ്ഞ ആക്ടറുണ്ട്, ഗില്ലാപ്പി, അവന്റെയൊക്കെ ഇവിടെയൊക്കെ മുഴയൊക്കെ വന്ന് വായനിച്ച ഓരോക്കെ അത്രയും നല്ലോണം പണിയെടുത്തിട്ടുണ്ട് എല്ലാവരും എഫേർട്ട് ഉണ്ട്. പിന്നെ ഇതില് ഞാൻ ചെയ്യുന്ന മറിയ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഹീറോയിനാണ്. ആഡമിന്റെ പേരായിട്ടാണ് ചെയ്യുന്നത്. I'm just saying.
ഒന്നുമില്ല അയ്യോ അവള് കടിക്കോ. ഋഷി എങ്ങനെയായിരുന്നു ഇതിലേക്ക് ഇന്നായിട്ടുണ്ടായിരുന്നത്? ഇത് പടം എഴുതുമ്പോ എന്നെ വെച്ചിട്ടാണ്. ചുമക്കല്ലേ ഞാൻ പറയുന്നത്. ഈ പടം എഴുതുമ്പോ എന്നെ വെച്ചിട്ടായിരുന്നു ഫായിസ് എന്ന് പറഞ്ഞ അവൻ കാസ്റ്റ് ചെയ്തത്. എന്നെ മാത്രമാണ് ആക്ച്വലി ഇതില് ഫസ്റ്റ് കാസ്റ്റ് ചെയ്തത്. പിന്നെ ഇവരൊക്കെ പിന്നെ കാസ്റ്റ് ചെയ്ത് വന്നതാണ്. ഫുൾ അവന്റെ കൂടെ ഉണ്ടായിരുന്നു. അതെ. അല്ല ഫായിസിനെ അപ്പൊ പരിചയമില്ല എനിക്ക്. അവൻ എഴുതുമ്പോ എന്നെ വെച്ചിട്ട് എഴുതിയത്. അപ്പോ ഇതിലൊരു ഹിബത്തുള്ള എന്ന് പറഞ്ഞ ഫ്രം നാദാപുരം തന്നെ. എനിക്ക് സ്ലാങ് ഒന്നും പിടിക്കേണ്ടി വന്നിട്ടില്ല. ലൈക്ക് ഞാൻ നോർമൽ എന്റെ സ്ലാങ് തന്നെയാണ് സംസാരിക്കുന്ന പരിപാടിയൊക്കെ. ഒരു മൊയിലാറാണ്, ഒരു ഉസ്താദ് വന്നിട്ട് കോളേജ് ഫസ്റ്റ് ഇയർ ചേർന്നു. അവിടെ ദർസ് പഠിപ്പിക്കുന്ന ഉസ്താദായിരുന്നു. പിന്നെ ഫസ്റ്റ് ഇയർ വന്ന് ഇവരോട് കൂടും, ഇവരെന്നെ പൊട്ടാക്കും, അങ്ങനെ ഞാൻ നശിക്കും. അങ്ങനെ സെക്കൻഡ് തേർഡ് എല്ലാമത്തേക്ക് ഫ്ലിപ്പ് ആകുന്ന ഒരു ക്യാരക്ടറാണ്. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്. ഇപ്പൊ ട്രെയിലർ കണ്ടപ്പോഴേ ഇതൊരു ഇവന്റെ ക്യാരക്ടറുണ്ട്. അവളെന്നെ മറന്ന് ഇവന്റെ ക്യാരക്ടർ ചോദിക്കും അത് ചോദിക്കും. ഞാൻ വരികയാണ് അതിലേക്ക്. ഓർത്തെടുക്കണ്ട. അങ്ങനെയല്ല. ഇനി അമീനിലേക്ക് വരികയാണെങ്കിൽ പ്രകമ്പനം ഹിറ്റായിട്ട് നിൽക്കുകയാണ്. പ്രകമ്പനത്തില് അമീനും സാഗറും ഒരു ടീമാണെങ്കിൽ ഇതിൽ വരുമ്പോൾ അമീനും സാഗറും രണ്ട് ടീമിലാണ്, 2 ചേരിയിൽ നിന്നിട്ടാണ് നിങ്ങളെ യുദ്ധം. അപ്പൊ ആ ഒരു കോമ്പിനേഷൻ അത് എന്തായിരുന്നു? ഒന്നില് ദോസ്താണെങ്കിൽ ഇതിൽ വരുമ്പോ വേറൊരു മോഡ്. അത് അത്യാവശ്യം നമുക്ക് ആ ഡെർബിയിലെ സെറ്റിൽ വരുമ്പോൾ ഞങ്ങൾ മറ്റേ പ്രകമ്പനത്തിന്റെ മൂടി തന്നെ നിൽക്കുക. പക്ഷെ ആക്ഷൻ പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ രണ്ട് ഞാനും സാഗറുമായിട്ടുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്. സാഗറിന്റെ ഇന്റർ എന്റെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടുള്ള. അപ്പൊ പക്ഷെ നമ്മള് ക്യാരണില് ഈ പറഞ്ഞ പ്രകമ്പന വൈബ് തന്നെ ആയിരുന്നു. പ്രകമ്പനം അത് സാഗറും ഗണപ് ചേട്ടനൊക്കെ ആയിട്ട് വേറെ ഒരു ലീഗായിരുന്നു. ഇവിടെ വന്നപ്പോ ഒരു കറക്റ്റ് ഒരു കോളേജ്. മതി അടുത്ത ചോദ്യം ചോദിച്ചാൽ മതി. അതാണെങ്കിൽ ഓസ്ലർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഡെർബിയിലേക്കാണ്. എന്തുകൊണ്ടാണ് അത്ര ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നത്? ഗ്യാപ്പായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഞാൻ അതിന്റെ ഇടയിൽ ഞാനൊരു സിനിമ ചെയ്തിരുന്നു. ജയസൂര്യ ചേട്ടൻ, വിനായൻ ചേട്ടൻ, സണ്ണിച്ചൻ ഇവരെ കൂടി ഒരു സിനിമ ചെയ്തിരുന്നു. അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ അതാണ് ഞാൻ രണ്ടാമത് ഷൂട്ട് ചെയ്ത പടം. ഇത് രണ്ടാമത് ഇറങ്ങുന്നുള്ളൂ. അതിന്റെ ഷൂട്ട് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വരുന്നത്. എങ്ങനെയാണ് ഇതിലേക്ക് ഇന്നായിട്ടുണ്ടായിരുന്നത്? ഡയറക്ടർ സജില് വിളിച്ചിട്ട് ഇതുപോലെ സീരിയസ് ആയിട്ട് അവർ പറഞ്ഞിട്ടില്ല. എന്നെ ഡയറക്ടർ വിളിച്ചു. അങ്ങനെ തന്നെ എല്ലായിരുന്നു. അമീൻ എന്നോടുള്ള വിരോധം തീർത്തോണ്ടിരിക്കാൻ തോന്നുന്നു. നിന്നോടുള്ള തുടങ്ങിയിട്ടില്ല. ഇത് കുറച്ച് കഴിഞ്ഞു. പൊതുവെ എന്നെ പറ്റി ഒരു ചീത്തപ്പേരുണ്ട്. ഞാൻ ഒട്ടും എന്താ റെസ്പെക്ട് ഇല്ലാത്ത ഞാൻ ഒരു സിമ്പിൾ ഇൻസിഡന്റ് പറഞ്ഞില്ല. ഞാൻ ഒരു ഇന്റർവ്യൂല് ഇൻസിഡന്റ് പറഞ്ഞിട്ടില്ല. അതായത് ഷൂട്ട് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ചെയ്തേക്കണ പടം രണ്ടും, ഒന്ന് ഓസ്ലറും പിന്നെ രണ്ടാമത് യക്കൂസിയാണ്. അപ്പൊ ഈ സെറ്റിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഷോട്ട് തുടങ്ങി പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരിക്കും. നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം. അവിടെ നിന്ന് ഒച്ച പൊങ്ങിയ അപ്പൊ തന്നെ ഇതാണ് കുറച്ചുകൂടി ലെജൻഡ് ആയിട്ടുള്ള ആൾക്കാര്, പ്രൊഫഷണൽ ഞാൻ അവിടെ നിന്ന് നേരെ വന്നത് ഡെർബിയിലേക്കാണ്. അപ്പൊ ഡെർബിയിലെ അപ്പൊ ഡെർബിയിലെ നമ്മളൊക്കെ തറപ്പുള്ളാര് ഞാൻ എനിക്കപ്പോ എല്ലാ സെറ്റിലും ഇങ്ങനെയായിരിക്കും. സയൻസ് കഴിഞ്ഞിട്ടോ ടേക്ക് എടുക്കുന്ന സമയത്ത്. അപ്പൊ ഇവിടെ വന്നിട്ട് എനിക്ക് ഇവര് ബാക്കില് ഷർട്ട് ഇറങ്ങുന്ന ബാക്കില് ഇവര് രണ്ടുപേരും ഇവരും ഹരിയും കൂടി പുറകില് വേറെന്താ പറഞ്ഞിരിക്കുക. ഞാൻ ഇൻസിഡന്റ് ആദ്യമായിട്ട് പറഞ്ഞ മറ്റേ സാധനടാ പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ട് എന്താ അപ്പൊ അതുകൊണ്ട് ആദ്യത്തെ ആഴ്ച എനിക്ക്, രണ്ടാമത്തെ ആഴ്ച ഋഷിലേക്ക് പോയത് വേറെ രീതിക്ക്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ട് ചെയ്യാം തമാശ അത് വേണ്ട അഭിനയ അത് വേണ്ട അതല്ല. ഷോട്ട് എടുത്തോണ്ടിരിക്കുക. അതായത് നമ്മള് ഭയങ്കര എൻജോയ് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞ പ്രകടനത്തിലാണെങ്കിലും ഭയങ്കര എൻജോയ് ചെയ്ത് വന്നത്. അപ്പൊ നമുക്ക്
ഈ പറഞ്ഞ ഷോട്ട് എടുക്കുമ്പോൾ ഉള്ള സീരിയസ്നെസ് ഓക്കെയാണ്, പക്ഷെ അതിനുശേഷം കട്ടടിച്ച് പിന്നെ ക്യാമറ അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ കുറെ ടൈം എടുക്കുമല്ലോ. അപ്പൊ നമ്മളോട് മോഹൻലാലിനെ പോലെയാണെന്ന് ക്യാരക്ടറിലേക്ക് ഇന്നായി പിന്നെ ഔട്ടായി കഴിഞ്ഞ് പോയി. അപ്പൊ അതിനുശേഷം പുള്ളിയുടെ ഫ്രെയിം വെച്ചു. അപ്പൊ നമ്മള് ഇല്ല, പക്ഷെ എന്നാ പോലും ഈ പറഞ്ഞ പോലെ ഞാൻ ആരെയും കൂടെ പയ്യെ സംസാരിച്ചോണ്ടിരിക്കുക. ശിവ തൊട്ട് ഫ്രണ്ട് ഇവന് ചെവി ഇവിടാന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ ഇതിന്റെ ഇത് കാരണം ഇവന് തെറ്റി, രണ്ടാമത് തെറ്റി, മൂന്നാമത് ആയപ്പോഴത്തേക്ക് ഇയാള് വന്നിട്ട് മമ്മൂട്ടി അടിച്ചിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇയാള് വിചാരിച്ചു നമ്മളിത് കേൾക്കുമ്പോഴത്തേക്ക് ഇരുന്നിട്ട് ഒരാഴ്ച മൊത്തം ഇവനായിരുന്നു. ഞാൻ തന്നെയല്ലേ പറഞ്ഞത് ഇവിടെ സത്യം, ഒരാഴ്ച ഫുള്ള് നമ്മളിങ്ങനെ അമീന്റെ അടുത്ത് തമാശക്ക് തമാശ ഞാനൊരു സാഹചര്യം നോക്കി ഇതൊന്നും ഊരണമല്ലോ. കാരണം എനിക്ക് ഒരു സഭയിലും ഉണ്ടാവില്ല ഉമ്മാരിലും. ഞാൻ ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ നമ്മൾ ഒരാൾ നമ്മളെ കളിയാക്കുമ്പോൾ നമ്മളെ നോക്കുമ്പോൾ നമ്മള് മിണ്ടാതിരിക്കും ഏറ്റവും നല്ല. അല്ലെങ്കിലും നിർത്തിക്കോളും. പക്ഷെ ഞങ്ങൾ നിർത്തൂല, ഞങ്ങൾ ഒരാഴ്ച നിർത്തൂല. രാത്രി വീട്ടിൽ കിടക്കാൻ നിർത്ത് അളിയ തമാശക്ക് തമാശ തമാശക്ക് തമാശ തമാശ ആ ടി വി ഓണാക്കി അച്ഛ ചോർട്ടെ തമാശക്ക് തമാശ പറഞ്ഞും പോയി. എന്താ ചെയ്യാ? അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഞാൻ വെയിറ്റ് ചെയ്ത് കറക്റ്റ് ഋഷിന്റെ ഓറഞ്ച് ചാടി കിട്ടി. ഇടക്കിടക്ക് ഇങ്ങനെ വരും. അത് ഋഷിന്റെ പിന്നെ മേളായിരുന്നു. അത് ഞങ്ങൾ ടേക്ക് എടുത്തോണ്ടിരിക്കുമ്പോ ജോണി ചേട്ടൻ ഇത്രയും ലെജൻഡറി ആർട്ടിസ്റ്റ്, അത് പറയാലോ അല്ലെ? ഇഷ്ടമല്ലെങ്കിൽ അത് പറയില്ല. അപ്പൊ ടേക്ക് എടുത്തോണ്ടിരിക്കും. അപ്പൊ ഞങ്ങളെല്ലാരും പ്രിൻസിപ്പൽ റൂമിൽ നിന്നിട്ട് ഞാനുണ്ട്, ഋഷിയുണ്ട്, ഹരിയുണ്ട്, അമീനുണ്ട്. അപ്പൊ ജോണി ചേട്ടൻ എന്തോ ഈ പറഞ്ഞ പോലെ എന്തോ തെറ്റി ഡയലോഗ് പറഞ്ഞപ്പോ ഒരു ടേക്ക് എന്തോ തെറ്റുള്ളൂ. അപ്പൊ തന്നെ ഇംപ്രവൈസ് ചെയ്യുന്ന ആളാണ്. അടുത്ത ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യുന്ന ആളാ. ഉടനെ ഇയാള് ജോണി ചേട്ടാ പ്രശ്നമൊന്നുമില്ല സത്യം ജോണി ചേട്ടാ ജോണി ചേട്ടൻ സാധനം 200 വട കഴിച്ചിട്ടുള്ളത്. ജോണി ചേട്ടൻ സാധനം തിരിച്ചടിച്ചു. അത് പറഞ്ഞു ജോൺ ചേട്ടൻ പിന്നെ എന്നെ അടിയായിരുന്നു. പിന്നെ പടം കഴിയുന്നവര് എന്നെ ആയിരുന്നു ഒരു എര. ഞാൻ വെറുതെ പോയിക്കൊണ്ടിരിക്കും, എനിക്കിട്ടൊന്ന് തന്നിട്ടൊക്കെ പോകും. കാരണം ക്രൂ മെമ്പേഴ്സ് മൊത്തം നിക്കാണ്. ആൾക്കാര് ജോണി ചേട്ടൻ്റെ അടുത്ത് ഞാൻ സപ്പോർട്ട് ചെയ്ത്, അത് എന്റെ തെറ്റാ. ഞാൻ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന ഒരുത്തനാണ്. ഞങ്ങളപ്പോ തന്നെ മറ്റേ സാധനം കാലിലേക്ക് എത്തിട്ട് അങ്ങനെ ചെയ്യലേ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ സെറ്റിൽ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ ഒരാൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ എനിക്ക് അറിയില്ല എങ്ങനെയാ നിൽക്കേണ്ടതെന്ന്. ആക്ച്വലി ഞാൻ എന്റെ മൂഡ് എങ്ങനെ അതേപോലെ നിൽക്കും. ഇപ്പൊ ഇത് നിൽക്കുന്നില്ലേ, ഇപ്പൊ ഇന്റർവ്യൂല് നിൽക്കുന്ന ഇതാണ് ഞാൻ. ആക്ച്വലി നമുക്ക് അങ്ങനെ ഉള്ളിൽ മാറാം, അങ്ങനെ അതെ പല കാര്യത്തിലും. ഞാൻ എന്റെ പട്ട ഒരു ഋഷിന് കൊടുത്തു, പിന്നെ ഋഷി ഹരിക്ക് കൊടുത്തു, അനുവിന് കൊടുത്തു, അമീന് കിട്ടിയത് ഏതായിരുന്നു? അമീനെ കിട്ടൽ തന്നെയാണ് പണി. ഇല്ല അതൊന്നും ഞങ്ങൾ പകുതി പുറത്തു പറയാം. പറയാൻ പറ്റാത്തതാ കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണോ. ജസ്നിയക്ക് ഇതുപോലെ എന്തെങ്കിലും കിട്ടിയിരുന്നു? ജസ്നിയുടെ തുമ്മണ പഴയ റീലൊക്കെ എടുത്തു പറഞ്ഞു ജസ്നിയുടെ യൂട്യൂബില്. മറ്റേ തുമ്മിട്ട് മറ്റേ കാണിക്കാറില്ല അതെടുത്തിട്ട് തൂക്കി നമ്മള് തമാശ നോക്കുമ്പോ ഒരു മരത്തിന്റെ ചോട്ടിൽ അവസരം കൊടുക്കും. അങ്ങനെയല്ല, ഒരു കലിപ്പ് ഡയലോഗ് പറയുന്ന സീക്വൻസ് ആണ്. അപ്പൊ നമ്മളെല്ലാവരും ഉണ്ട്, ഒരു കൂട്ടത്തിൽ ഞാൻ ഒരു ഗേളായിട്ട് അവിടെ നിൽക്കാം. അപ്പം ആ ഡയലോഗ് ആദ്യം അവര് ഈ പഴയത് ഓരോ റീലുകൾ കണ്ടുപിടിച്ച പണ്ട് കുറെ കോപ്രായം കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പഴയ ഒരു മറ്റേ ധ്യാൻചാണ്ടിയുള്ള പടം ബിയറടിക്കണ സിനിമ. അല്ല ഓരോന്നിങ്ങനെ കാണിച്ച ആദ്യമൊക്കെ ഞാൻ ഹൗസില്ലേ എന്നൊക്കെ ഉള്ള മാതിരിയൊക്കെ ആദ്യം ഞാൻ നിന്നു. അടുത്ത ഘട്ടം പിന്നെ പിന്നത്തെ കാട്ട് ഒരു മരത്തിന്റെ ചോട്ടിൽ ഇരുന്നിട്ട് അമ്മ കഴിച്ചത് കൊറേ കളിയാക്കിയപ്പോ എന്റെ ഈ പ്രിട്ടന്റ് ചെയ്തൊക്കെ മാറി കരച്ചിലൊക്കെ പുറത്തു വന്നു. പിന്നെ കരച്ചില് അല്ല, പിന്നെ എനിക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല. ഇതിന്റെ മുമ്പാണെങ്കിൽ കലിപ്പ് ഡയലോഗ് പറയണം, കണ്ണൊക്കെ നിറഞ്ഞ് ഇതൊക്കെ ഇങ്ങനെ കലിപ്പ് ഡയലോഗ് പിന്നെ ഞാൻ കാണിച്ചു തരാം. മറ്റേ
അയ്യോ ഇതുപോലെ ഷൂട്ടിന് മുമ്പ് ഇപ്പം ഷോട്ട് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുപോലെ ഫണ്ണായിട്ട് പിന്നെ ഇൻ ചെയ്തിട്ട് പറ്റാതെ പോയ ചിരിച്ചിട്ട് പറ്റാതെ പോയ സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജയ് വിളിക്കുന്ന ഒരു പരിപാടി അതെന്റെ അഭിനയം കാരണം അത്ര. അല്ല ആദ്യം നീ ചിരിച്ചു എന്നിട്ട് പിന്നെ ഈ മറ്റേ ഇമോഷണൽ സീനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര പാടായിരുന്നു. എന്ന് വെച്ചാല് നമുക്കിത് അറിയില്ലല്ലോ, അപ്പൊ എല്ലാരും ഉണ്ടല്ലോ ഇതിന്റെ മുമ്പ് നിന്നിട്ട് അതിന് വാവളന്ന് കരിയാൻ വലിയ പാടല്ലേ. അപ്പൊ എനിക്കിത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലേ. പിന്നെ ഞാൻ കണ്ണട വെച്ചത് എന്ന് പറഞ്ഞാൽ ഗൈസ് എന്റെ കണ്ണിന്റെ താഴെ ഉറങ്ങാത്തോണ്ട് ഡാർക്ക് സർക്കിൾ വന്നുകൊണ്ടാണ്. അല്ലാണ്ട് റഷ്യന്റെ ഫാൻസ് അഹങ്കാരമല്ല. അല്ല ഉണ്ട്, അഹങ്കാരം ഉണ്ട് ആക്ച്വലി. ഇപ്പൊ പ്രകമ്പനത്തില് അമീന്റെ അഭിനയത്തിന് മല്ലിക സുകുമാരനൊക്കെ വല്ലാതെ പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. നന്നായിട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് പൃഥ്വിരാജ് വരെ അറിയാത്തോണ്ടാണ്, അമ്മ അറിയാത്തോണ്ട് ഇവരൊക്കെ ഓൾറെഡി വലിയ സ്റ്റാർസ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് മല്ലിക സുകുമാരൻ നന്നായിട്ട് പ്രശംസിച്ചിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ അച്ചീവ്മെന്റ്സ് വലിയ വലിയ ആൾക്കാർ ഇങ്ങനെ പ്രശംസിക്കുമ്പോൾ? ഈ പറഞ്ഞ സിനിമ കയറണം എന്ന് പറഞ്ഞ് നടക്കുന്ന സമയം തൊട്ട് ആഗ്രഹിച്ച സാധനങ്ങളാണ്. എങ്ങനെയായാലും ഇങ്ങനെയൊക്കെ തന്നെ എത്തിപ്പെടണം. ഈ പറഞ്ഞാൽ പണ്ട് ടൊവിനോ ചേട്ടൻ ഒരു ഇന്റർവ്യൂ പറയുന്നുണ്ട്, പുള്ളി പണ്ട് ഈ പറഞ്ഞ സിനിമയിൽ ആഗ്രഹിച്ച് നടക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ഒക്കെ ബാത്റൂമിൽ ഇരുന്ന് ട്രയൽ അടിക്കുന്നു. നമ്മളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്വപ്നം കണ്ട സാധനങ്ങളാണ്. ഇതൊക്കെ ഇപ്പൊ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷം. അയ്യോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു സെറ്റ്, പ്രകമ്പനത്തിന്റെ വിജയവും ആ ഒരു സെറ്റും? പ്രകടനത്തിന് നമുക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം സാഗറിന്റെ അടുത്ത് ഞങ്ങൾ എപ്പോഴും പറയും, സാഗർ നിന്റെ കയ്യിൽ ഇരിക്കുകയാണ് സാധനം. സാഗറിന്റെ ആ മറ്റേ ഞാൻ കേട്ടെ, ഇവൻ ഡെർബി ചെയ്യുമ്പോ തന്നെ പ്രകമ്പനത്തിന്റെ അടുത്ത് ഇവന് ഭയങ്കര കോൺഫിഡൻസ്. ഡെർബിന്റെ ഷൂട്ടിന്റെ സമയത്ത് തന്നെയായിരുന്നു പ്രകമ്പനം. ഞങ്ങൾ തൃശ്ശൂരൊക്കെ ഇതിന്റെ ഇടയിൽ ഞങ്ങൾക്ക് പോകേണ്ട ആവശ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ രാത്രി ലോങ് ഡ്രൈവിങ്ങിന് പോകുമ്പോൾ ബാക്കി പുറകെ കിടന്ന ആൾക്കാർ ഉറങ്ങും. അപ്പൊ ഞാനിവന് സംസാരിക്കുമ്പോ പ്രകമ്പനം അടിക്കും അളിയാ, അത് അടിക്കും. അവന് കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിനകത്ത്. എനിക്ക് തോന്നുന്നു പ്രകമ്പനം കുറച്ചുകൂടി OTT-യിൽ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി ലാർജ് ആയിട്ടുള്ള അപ്രിസിയേഷൻ ഒക്കെ കിട്ടുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഒരു സന്തോഷം എങ്ങനെയാണ്? അല്ലെങ്കിൽ ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് വിജയിക്കും എന്നുള്ളൊരു കോൺഫിഡൻസ്? ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ പറഞ്ഞ കണ്ടന്റ് ചെയ്യുന്ന ആൾ. അപ്പൊ എനിക്ക് ആഴ്ച ഞാൻ ആൾക്കാരുടെ പൾസ് അറിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ ആ പടം ചെയ്തപ്പോഴും ഞാൻ വിജയ് അടുത്തും എല്ലാം പറഞ്ഞിട്ടുണ്ട്, അത്യാവശ്യം ഇപ്പോഴത്തെ ഈ പറഞ്ഞ കറണ്ട് സിറ്റുവേഷനിൽ പറ്റിയ കോമഡീസും കാര്യങ്ങളെല്ലാം അതിലുണ്ട്. അതിന്റെ ഒരു കോൺഫിഡൻസ് എനിക്ക് നല്ല രീതിയിൽ ആ പടത്തിനകത്തുണ്ടായിരുന്നു. അത് അടിക്കാന്ന് ഉറപ്പായിരുന്നു. അങ്ങനെയാണ്. എന്നാലും ഉള്ളിൻ്റെ ഒരു ടെൻഷൻ ഉണ്ട്. ഈ പറഞ്ഞ തലേന്നൊക്കെ ഞാൻ അറിയാം, തലേന്നൊക്കെ ഞാൻ ഭയങ്കര ഉറങ്ങിയിട്ടില്ല. അമീനെ കട്ട പേടിച്ചിട്ട് അധികം ടെൻഷൻ തന്നെയല്ലോ. അവസാനം ഇവന് ഫസ്റ്റ് ടൈം ആണല്ലോ ഇവന്റെ പടമായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ പിറ്റേന്ന് രാവിലെ ഇവന്റെ ഉമ്മയും ഉപ്പൊക്കെ വന്ന് നമ്മളൊക്കെ കൂടി ഒരുമിച്ച് പോയി പടം കണ്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോഴത്തേക്ക്, കാരണം നമ്മൾ ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ ഇരുന്നാ കാണുന്നത് ഫസ്റ്റ് ഷോ. അപ്പൊ എല്ലാവർക്കും പടത്തിൽ എന്താണെന്നുള്ള അറിയാം. കോമഡി എവിടെ വരും, ഇതിനൊന്നും ആരും ചിരിക്കാനുള്ള, എല്ലാരും ഇങ്ങനെ ഇരിക്കുക. ഗണിച്ചേട്ടന് ഞങ്ങൾ എല്ലാരും പറഞ്ഞു പടം കയ്യിൽ പോയി നമുക്ക് പോവാന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞ് വൈകുന്നേരത്തെ ഷോയില് ആക്ച്വൽ ഓഡിയൻസ് കയറിയപ്പോഴത്തേക്ക് മൊത്തത്തിൽ പിന്നെ ഇവൻ തിയേറ്ററിൽ തന്നെയാണ്. പിന്നെ ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും, ആരും അറിയാണ്ട് പോയി. പിന്നെ എത്ര തവണ കണ്ടു പ്രകമ്പനം? 8 തവണയിലും തിയേറ്ററിൽ കണ്ടു. സ്വന്തം 8 തവണ പോയി കണ്ട സ്റ്റാർ. അല്ല ഭയങ്കര ആ ഒരു ഓളം ഉണ്ടായിരുന്നു, ലൈക് തിയേറ്ററിൽ ആ ഒരു ഓളം ഉണ്ടായിരുന്നു. നമുക്ക് ഞാനിവന്റെ കൂടെ ഫസ്റ്റ് ടൈം ക്രൂവിനെ കാണുന്നത്. അപ്പൊ ആരും ചിരിക്കുന്നില്ല, നമുക്കിങ്ങനെ ഒരു പേടി, പടച്ചോനെ ഇപ്പൊ എന്താ ചെയ്യാ. പക്ഷെ ഇതിന് നേരെ മറിച്ച് തിയേറ്ററിൽ വന്നപ്പോ അമ്മാരി രസമായിരുന്നു. അമ്മാരി ചിരി നിർത്താൻ പറ്റാനുള്ള പരിപാടിയായിരുന്നു. കൊറേ ചിരിക്കാൻ മാത്രമായിട്ടൊരു സിനിമ. ഞാൻ തിയേറ്ററിൽ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടാണ്. പക്ഷെ അത് OTT-ൽ പിന്നെ കാണുമ്പോഴും അതേ ഓളം തന്നെ, അതേ ഓളം തന്നെയുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെ സിനിമകൾ കിട്ടാറില്ല. തിയേറ്ററിൽ കിട്ടുന്ന അതേ ഓളം തന്നെ OTT കാണുമ്പോഴും കിട്ടുന്നത്. നെഗ് റിവ്യൂസ് വരാം, സ്വാഭാവികമായിട്ട് അങ്ങനെയുണ്ട്. ഒരു ട്രെൻഡാണ്. തിയേറ്ററിൽ സക്സസ് ആയിട്ടുള്ള സിനിമകൾ OTT-ൽ വരുമ്പോൾ ഇതിനങ്ങനെയൊന്നും സംഭവിച്ചില്ല. അതേപോലെ ഒരു പരിപാടിയാണ് നമ്മൾ ഡെർബിയിലും ചെയ്തു വെച്ചത്. ഞാൻ ചെയ്തല്ല എങ്ങനെയാണെന്ന് തോന്നുന്നില്ല. അമീന ഞാൻ പറയും, നീ മുണ്ടാണ്ടിരിക്കും. അപ്പോ ഈ പടത്തിൽ അതേപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ സീൻ എത്തുമ്പോൾ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്ത്, നമ്മൾ കുറെ എന്റെ കയ്യിൽ നിന്ന് ഓരോരുത്തർ ഡിസ്കസ് ചെയ്ത് ഓരോ ഡയലോഗ്സ് നമ്മൾ തന്നെ ചെയ്തിട്ട് തന്നെ ഇട്ടിട്ട് പരിപാടി പിടിച്ചതാണ്. അപ്പൊ അമീനൊക്കെ അവന്റെ ഡയലോഗ്സ് മാത്രമല്ല മൊത്തം സീൻ, ഈവൻ എന്റെ ഡയലോഗ്സിലെല്ലാം പറയുന്നത് ഈ സാധനം ഇട്ടോക്ക് കുറച്ചുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ബെറ്റർ ആക്കാൻ നോക്കാം. നിങ്ങളൊരു കോംബോ ഭയങ്കര രസമുണ്ട്. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ അടിച്ച് സെറ്റിലും ഇങ്ങനെ തന്നെയായിരുന്നു. ഇതൊരു 1% ഉള്ളൂ, ബാക്കി 99% അവിടെ ഇരുന്നു. ഇവിടെ ഇപ്പോഴും നമ്മള് ലാംഗ്വേജ് ഒക്കെ ഫിൽറ്റർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. സെറ്റിലതൊന്നും ഇല്ലല്ലോ. നമ്മള് അവിടെ ഇവളൊരു CBSE കുട്ടിയായിട്ടായിരുന്നു അവിടെ വന്നത്, പിന്നെ സ്റ്റേറ്റ് ആയിട്ട് പോയി. ആദ്യം ഇവര് സംസാരിക്കുമ്പോഴേ എനിക്ക് ഞാൻ ഇങ്ങനെ ഇത്രയും പച്ചക്ക് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ല.
പിന്നെ എനിക്ക് ഇവരിങ്ങനെ കാര്യത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഈ ഓരോ വേർഡ്സ് ഒക്കെ വന്നു ആണോ ഞാനിതൊക്കെ ആദ്യമായിട്ടാണ്. നമ്മളൊരു ചലഞ്ച് വരെ വെച്ചിട്ടുണ്ട്. അതായത് 5 മിനിറ്റ് തെറി പറയാതിരിക്കുകയാണെങ്കിൽ 5 മിനിറ്റ് ജസ്റ്റ് 5 മിനിറ്റ് അതിനിടയ്ക്ക് തെറി പറയുന്നതിനെല്ലാം ഓരോ ഇടി വെച്ചു. എല്ലാവർക്കും കിട്ടി, എല്ലാവർക്കും കിട്ടി. ഹരിക്കാണ് കൂടുതൽ കിട്ടിയത്. ഈ സിനിമയിലേക്ക് വരുമ്പോ ഈ സിനിമ ഇപ്പം അമീൻ പറഞ്ഞ പോലെ തന്നെ ഈ സിനിമയ്ക്ക് ഒരു ടെൻഷൻ ഉണ്ടോ റിലീസ്? ഇല്ല പടം നമുക്ക് നല്ല കോൺഫിഡൻസ് ആണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാരും നമ്മളെ മാക്സിമം ആയിട്ട്, പിന്നെ ഷെജിൽക്ക മുപ്പരാടി ഇരുന്ന് ചിരിക്കാതാ. അപ്പൊ ഷെജിൽക്ക പരിപാടി, പിന്നെ അഭിയണ്ണനാണ്. അഭിയണ്ണന്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞില്ലേ അഭിയണ്ണന്റെ കാര്യം. കാരണം പുള്ളി ഗുഡ് ബാഡ് അഗ്ലി മാർക്ക് ആന്റണിയൊക്കെ പറഞ്ഞുകൊടുക്കാതെ അഭിയണ്ണൻ നമ്മൾ പറയുന്നതാണ്. അഭിനന്ദ രാമാനുജൻ നമ്മളെ അഭിനന്ദനാണ് വിളിക്കുന്നത്. ഓക്കെ, അവരുടെയൊക്കെ അജിത്തിന്റെ ക്യാമറ വെച്ചിട്ട് അടുത്ത ആഴ്ച വന്ന് വെക്കുന്ന ഇവന്റെ മോത്ത. ഇതെനിക്ക് അറിയായിരുന്നു. ഈ സാധനം തുടങ്ങുമ്പോ എന്റെ അടുത്താണ് വരാത്. അജിത്തിന്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ട് ഇതിന്റെ ഫസ്റ്റ് ഷോട്ട് വെക്കുന്ന ഇവന്റെ മോത്ത. താങ്ക്സ്. എനിക്ക് ഉറപ്പായിരുന്നു ഇത് വരുമ്പോ എന്റെ നെഞ്ച് കാളുണ്ടായിരുന്നു ഇത് എന്നെ വരുന്നത്. ഇതെന്റെയൊക്കെ ഭാഗ്യമാണ്. എന്റെ വെച്ചു. അപ്പൊ കൂടുതൽ ഡിപ്രഷനിലേക്ക് പോയി അഭിചേട്ടൻ. സിനിമന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഗോപി. അതാണ് അഭിനന്ദ രാമാനുജൻ. അങ്ങോട്ട് അതിൽ ഒന്ന് വന്നിട്ട് പോടി, നമ്മളൊന്ന് കണ്ടിട്ട് പോയി. ഇതാണ് നമ്മളെ ഒന്ന് ക്യാമറ വെക്കൂ. ഇതാണ് നമ്മുടെ അഭിയണ്ണൻ. അഭിയണ്ണൻ. ഹായ്. നമുക്ക് ചേട്ടനോട് തന്നെ ചോദിക്കാം. അജിത്തിന്റെ മുഖത്ത് ക്യാമറ വെച്ചിട്ട് തൊട്ടടുത്ത ദിവസം ഋഷിന്റെ മുഖത്ത് ക്യാമറ വെച്ചപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? ஆனா வந்து குட்பாடாக்கு அப்புறம் இங்க டெர்பி வந்து ரிஷி ஃபேஸ் ஆவரேஜ் வேணா இந்த மாதிரி എക്സ്പീരിയൻസ് சூப்பரா கேக்குது அண்ணா. இப்போ என்னன்னா குட் பேட் அக்லி அண்ட் ஆல் த ப்ரீவியஸ் பிஃபோர் ஐ ஹவ் வர்க்ட் வித் ஆல் த பர்சன் ஹூ ஆர் ஆல்ரெடி a star, but in this film all of them are going to become star after this film. കാരണം ഇത്രയും വലിയ ലെജൻസ് ആയിട്ട് വർക്ക് ചെയ്ത പുള്ളിയാണ്. പുള്ളി നമ്മളോട്ട് ഭയങ്കര നമ്മളെ ഒരുമിച്ച് അമ്മാര് കമ്പനി ആയിരുന്നു. ഇപ്പോഴും കൊച്ചിയിൽ വരുമ്പോ രാത്രി റേസിംഗ് കാർ ഓട്ടിക്കാൻ വിളിച്ചോണ്ടു. ആമേൻ, കടുവ, ഡബിൾ ബാരൽ ഇതൊക്കെ മലയാളത്തിൽ ചെയ്ത് മൂപ്പരാ. പുള്ളിന്റെ കൂടെയുള്ള ഒരു ത്രൂ ഔട്ട് എന്തെങ്കിലും പുള്ളി പറഞ്ഞു തരുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു? ഓ, എല്ലാ കാര്യങ്ങളും മൊത്തം മൂപ്പര് അമ്മാര് പടപട പരിപാടിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാമറ നമുക്ക് എവിടെയാ വെക്കുന്നതെന്ന് പോലും മനസ്സിലാവും. ടക്ക് 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 മറ്റേ ആംഗിൾസ് വെച്ചിട്ട് പരിപാടി പിടിച്ച് അമ്മാര് പോക്കാണ്. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും ഇംപ്രൂവൈസേഷന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരും. ഇത് അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ പോയിട്ടുള്ള ഒരു സെറ്റാണ്. ജസ്നീനെ സംബന്ധിച്ച് സുമതി വളവിൽ ആ പ്രേതത്തിന്റെ ക്യാരക്ടർ എനിക്ക് എപ്പോഴും അത് കാണുമ്പോൾ പേടിയാവും കേട്ടോ. ഞാൻ അടുത്തും കൂടി നീ പൂമാനം കളിക്കാണ്ട് എന്തേലും പറ. നീ പൂമാനം കളിക്കാതെ എന്തേലും സുമതി വളവിലെ ആദ്യത്തെ പടം അതെങ്ങനെയാണ്? അത് ശരിക്കും ആ ഒരു ക്രൂ എങ്ങനെയുണ്ടായിരുന്നു? ആ ക്രൂല് ഈ പറഞ്ഞ മാതിരി നമ്മൾ ഇംപ്രവൈസ് ചെയ്യാനോ അങ്ങനെ ഒന്നുമല്ല. വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. എങ്ങനെയാണ് നമ്മൾ ഓരോ നോട്ടം പോലും എങ്ങനെയാ കൊടുക്കേണ്ടതെന്ന് വളരെ പെർട്ടിക്കുലർ ആയിരുന്നു. അതിന്റെ അപ്പുറത്തേക്ക് നമുക്ക് അങ്ങനെ ചെയ്യാനുള്ള ഫ്രീഡത്തിനെക്കാട്ടും കൂടുതൽ ചില പോർഷൻസ് നമ്മൾ ഇംപ്രവൈസ് ചെയ്തിരുന്നു. പക്ഷെ എന്നാലും അതങ്ങനെ പ്രോപ്പർ ഇതിങ്ങനെ വേണം ഇങ്ങനെ വേണം ഈ കാര്യം എന്നുള്ളതായിരുന്നു. പിന്നെ അത് ഇപ്പൊ ഈ ഇംപ്രവൈസ് ചെയ്യാന്ന് പറഞ്ഞപ്പോ ഈ ഡെർബിയിലും അറിയാന്നുള്ള ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഇതിപ്പോ പ്രസന്റ് ജനറേഷനിൽ പോകുന്ന ക്യാരക്ടറാണ്. അത് 60s ക്യാരക്ടറാണ്. അതും തമിഴ് ഫോക്കിഷ് ക്യാരക്ടർ. അപ്പോ അതിൻ്റെതായ മാനറിസംസും കാര്യങ്ങളും കൊണ്ടുവരാനും. ഇതിനിടയിൽ ധ്യാൻ ചേട്ടൻ്റെ കൂടെ ഒരു പടം ചെയ്തില്ലേ? അത് പണ്ടാണ്. പറയൂ. ഐഡി ദ ഫേക്ക് എന്ന് പറഞ്ഞ മൂവിയാണ് അതിന്റെ മുമ്പ് ചെയ്തിട്ടുള്ളത്. അതിലൊരു വ്ളോഗറിന്റെ ഒരു ക്യാരക്ടർ ചെയ്ത് എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ടോ കൊച്ചു കരഞ്ഞേന്റെ ബെറ്ററായി. അന്ന് ഞാൻ പെട്ടെന്ന് അറിയായിരുന്നു ഓൺ ദ സ്പോട്ട്. ഇപ്പൊ തൊലിക്കെട്ടി കൂടി നിങ്ങളെ കൂടി അടിച്ചടിച്ച് ഇരുമ്പാക്കിയതാണ്. ഇപ്പൊ അമ്മാരി കുട്ടിയാ കണ്ട. ഇത് കഴിഞ്ഞ കൊല്ലും. ഈ ഖത്തറിലെ ഋഷി ശരിക്കും പോലീസ് ആണ്. എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഈ ഒരു സ്വഭാവം. ആക്ച്വലി ഞാൻ പറഞ്ഞു
എന്താ പഠിച്ചു കിട്ടിയല്ലേ എനിക്ക് മറ്റേ കൂപ്പൺ അടിച്ചപ്പോ കിട്ടിയതാ. അത് ഞാൻ വിശ്വസിക്കില്ല. കൂപ്പൺ അടിച്ചപ്പോ കിട്ടിയതാ പണി. പോലീസിലായിരുന്നു ആക്ച്വലി. പോലീസ് ഇൻ ദ സെൻസ് നമ്മളവിടെ ചിരിക്കല്ലേ ഞാൻ പറയട്ടെ, ആ ക്യാമറ ഓഫ് ചെയ്ത് ചിരിക്കല്ലേ. അപ്പൊ അവിടെ പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഒരു ഫോഴ്സ് ആണ്. അവിടെ വലിയ ക്യാമ്പാണ്. അവിടെ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈനിങ് എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലായിരുന്നു ഞാൻ ഗ്രാഫിക് ഡിസൈനറാണ് ആക്ച്വലി. അപ്പൊ മദനി അസ്കരി എന്ന് പറയും. അപ്പൊ പുറത്ത് റോമിങ്ങും പിന്നെ ഈ പറഞ്ഞ റിയൽ പോലീസാണ് അസ്കരി, നമ്മൾ മദനി ആയിരിക്കും. മദനി എന്ന് പറഞ്ഞാൽ ഓഫീസിലായിരിക്കും വർക്ക്. യൂണിഫോം ഒക്കെ ഉണ്ടെങ്കിൽ ഓഫീസിലായിരിക്കും വർക്ക്. നമുക്ക് അങ്ങനെ പുറത്തൊന്നും പോകാൻ പറ്റില്ല. എങ്ങനെയാണ് ഈ ആ ഒരു ഫീൽഡിൽ നിന്ന് റാപ്പിലേക്കും ഇപ്പൊ ആക്ടറിലേക്കും ഒക്കെ? കഠിന പ്രയത്നം അല്ല, ലക്കി. ഓക്കെ. ഇല്ല, നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. പണ്ടേ ഞാനിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അല്ല, റാപ്പല്ല, ഞാൻ പണ്ട് ടിക്ടോക്ക് മുതൽ എന്തേലെല്ലാം ഇട്ടിട്ട് ഞാൻ എന്റെ നാട്ടില് ഞാനാണ് ആക്ച്വലി ഇതുപോലെയൊക്കെ വന്നിട്ടുള്ളൂ. പ്രശസ്തൻ ആക്ച്വലി. നാദാപുരത്തും വാണിമേൽ എന്ന് പറഞ്ഞ നാട്ടില് ഒരു സിനിമയിലൊക്കെ അഭിനയിച്ച് പിന്നെ മറ്റേ ക്യാരക്ടറിന് ഒരിക്കലും പോലീസോ ഒന്നും ചേരില്ല. ഇവന്റെ ക്യാരക്ടറിന് സിനിമാ നടന് പറ്റൂ. പക്ഷെ അതാ ഞാൻ അതുകൊണ്ടാണ് ഞാൻ എനിക്ക് മനസ്സിലാവുന്നില്ല ഖത്തറിലെ പോലീസിന്റെ ആ ഒരു ഇതിലൊക്കെ ഇരുന്നിട്ട് ഇവൻ സംസാരിക്കുന്നവേ എനിക്കത് ട്രോമ അത് പറയല്ലേ. ഞാൻ 2.5 വർഷം പണിയെടുത്ത കുറച്ചാളും കൂടെ അവിടെ നിന്നായിരുന്നെങ്കിൽ അവിടെ ആദ്യത്തെ ഒരു കേസ് വന്നത് പോലീസുകാരനെ തന്നെ അവര് വെട്ടിക്കുന്ന കേസ്. അപ്പൊ അവിടുന്ന് 2.5 വർഷം വർക്ക് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടുന്ന് എങ്ങനെയോ കഷ്ടപ്പെട്ട് ഞാൻ എമർജൻസി എക്സിറ്റ് അടിച്ച് അവർ വിടുന്നില്ല ആക്ച്വലി. എന്റെ എമർജൻസി എക്സിറ്റ് അടിച്ചിട്ട് തിരിച്ച് നാട്ടിൽ വന്ന് പിന്നെ തിരിച്ചു പോയില്ല. അയ്യോ, ബ്ലാക്ക് ലിസ്റ്റിലായിരുന്നു ഞാൻ 2 വർഷം. ഖത്തറിൽ പോയി കൂടെയായിരുന്നു, ബാനായിരുന്നു എനിക്ക്. ഇപ്പോഴോ? ഇപ്പൊ പോയി. ഞാൻ ഇപ്പൊ അടുത്ത 4 ദിവസം പോയി തിരിച്ചു വന്ന് ഞാൻ ചെക്ക് ചെയ്ത് നോക്കി വെറുതെ പോലീസ് പിടിക്കുന്നുണ്ടോ എന്ന് തോന്നി. ടിക്കറ്റ് എടുത്ത് പോയി നോക്കി. അപ്പൊ മറ്റേ ഇവിടെ എയർപോർട്ടിൽ നിന്ന് എല്ലാവരും നോക്കുന്നുണ്ടോ, പിടിക്കുന്നില്ല. അപ്പൊ ഞാൻ നടന്നു. അങ്ങനെ അത് കഴിഞ്ഞ് തിരിച്ചിപ്പം വന്നു. പിന്നെ സിനിമ എന്ന് പറഞ്ഞ ഒരു പരിപാടിയിലേക്ക് എന്റെ മൈൻഡിൽ ഇല്ലായിരുന്നു. പക്ഷെ സിനിമ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം എന്നുള്ള മൈൻഡിലായിരുന്നു. അങ്ങനെ ഗുരുവായൂർ അമ്പലനടയിൽ ആ പാട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അതാണ് എന്റെ ഫസ്റ്റ് സിനിമ പാട്ട് ചെയ്യുന്നത്, ഗുരുവായൂർ അമ്പലനട. അത് അങ്കിത് മേനോന് പിന്നെ ആർക്കേഡോ എന്ന് പറഞ്ഞ എന്റെ ഫ്രണ്ട് ഉണ്ട്, മൂപ്പരാണ് എന്നെ പിച്ച് ചെയ്തത്. അതിനുശേഷം ഗുരുവായൂർ അമ്പലനടയിൽ കഴിഞ്ഞു. എന്നെ തിരുത്തണ്ട. ഗുരുവായൂർ അമ്പലനട, പിന്നെ മേനെ പ്യാർ കിയ എന്നുള്ള മൂവി, എക്സ്ട്രാ ഡീസൻ എന്ന് പറഞ്ഞ സുരാജ് ചേട്ടന്റെ മൂവി, അതിലൊക്കെ ഞാൻ പാട്ട് പാടി. പിന്നെ എന്റെ ട്രാക്ക് ഇറങ്ങി. പിന്നെ ഞാനും അമീനും കൂടെ ഒരു ട്രാക്ക് വരുന്നുണ്ട്, ഒരു കിടിലൻ ട്രാക്ക് സൂൺ. അമീന്റെ കുഡോസ് മീഡിയയില് ഞാനും കൂടെ വീഡിയോ സോങ് ആയിട്ട് വരുന്നുണ്ട്. അത് ഒരു ഗംഭീര സാധനമാണ്. പിന്നെ ഇതന്നെ സിനിമയിൽ അഭിനയിക്കുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ആണ്. ലൈഫിൽ നമ്മൾ ഒരു ലൈഫല്ലേ ഉള്ളൂ. അതായത് ഞാൻ ചിരിച്ചതാണ്. അപ്പൊ ഒരു എക്സ്പീരിയൻസ് ആണല്ലോ, നമ്മുടെ ലൈഫിൽ ഒറ്റ ലൈഫല്ലേ ഉള്ളൂ. അപ്പൊ ഇതൊക്കെ വലിയ ഭാഗ്യമാണല്ലോ. ഒരുപാട് ആൾക്കാർ ഈ പറഞ്ഞ പോലെ സിനിമക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ അതില് നോക്കുമ്പോ എനിക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ് ആക്ച്വലി. ഞാനൊരു ട്രൈ പോലും ചെയ്യാൻ എനിക്ക് കിട്ടിയതാണ്. ഞാൻ ആദ്യ പടം ഇതായിരുന്നു, റൈഫിൾ ക്ലബിൽ ഒരു ചെറിയൊരു വേഷം ചെയ്ത്. അതൊക്കെ എനിക്ക് ഈ ഇൻസ്റ്റാഗ്രാം ത്രൂ ഒക്കെ വന്നതാണ്. നമ്മുടെ കഴിവ് എന്തൊക്കെയാണോ അത് നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം, ഇൻസ്റ്റാഗ്രാം എന്നല്ല ഈ സോഷ്യൽ മീഡിയ എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിവുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്ന ആൾക്കാരെല്ലാം പടത്തിലെത്തും. അതിന് വേഗം തെളിവാൻ ഞാൻ. എനിക്ക് കഴിവുണ്ടല്ലോ. ഇവൻ നീ എല്ലാരും അല്ല, ഞാനീ പരിപാടിക്ക് ഇറങ്ങണ എന്റെ ചെറിയൊരു നാട്ടുപ്രദേശമാണ്. അപ്പൊ അവിടെ സംസാരത്തിൽ മൂവാറ്റുപുഴയിൽ ബുർജ് ഖലീഫ വരെ ഉണ്ട്. എയർപോർട്ട് ബുർജ് ഖലീഫ ഇതൊക്കെ മൂവാറ്റുപുഴയിലുണ്ട്. അങ്ങനെ പറയാം, മൂവാറ്റുപുഴ അതുണ്ട്, മൂവാറ്റുപുഴ ഇതുണ്ട്, മൂവാറ്റുപുഴ ജംജും ഉണ്ട്. സോറി ഫോർ ദി. അപ്പൊ അവരെ അറിയിക്കാണ്ട് സിനിമയിൽ എത്തുക എന്നുള്ളതാണ് എന്റെ പരിപാടി, മനസ്സിലായി. അതുകൊണ്ടാണ് ചാൻസ് വെച്ചിട്ട് ഒഴുകി പോയത്. അവർക്ക് ആർക്കും അറിയില്ല എനിക്ക് വേറെ ആഗ്രഹം അല്ലെങ്കിൽ ഇഷ്ടം എന്നൊക്കെയുള്ള പരിപാടി. അപ്പൊ അതേ സമയത്ത് ഇവര് അതിന്റെ അപ്പുറത്തേക്ക് എഫോർട്ട് ഇട്ട് വീഡിയോസ് ഉണ്ടാക്കി, സ്ക്രിപ്റ്റ് എഴുതി. ഞാൻ ഈ സൈഡില് ലൊക്കേഷനിൽ പോയി ചാൻസ് ചോദിച്ച് ആ സമയത്ത് 1-2 ഷോർട്ട് ഫിലിം ചെയ്ത്. അങ്ങനെ വീട്ടില് കള്ളം പറഞ്ഞ് ഞാൻ 2021 കോളേജ് കഴിഞ്ഞപ്പോഴത്തേക്കും ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് കലൂര് വന്ന് നിന്നിട്ടുണ്ടായിരുന്നു. നീ അത് പഠിച്ചാ? അതും പഠിച്ചില്ല. അല്ല, പഠിക്കാൻ വേണ്ടി പറഞ്ഞ കള്ളം പറഞ്ഞു പോയത്. എന്നിട്ട് ഒരു ക്ലാസ്സിലും പിന്നെ എവിടെയും പോയില്ല. മെയിനായിട്ട് എറണാകുളത്തോട് ചുറ്റിത്തിരിഞ്ഞ് നടന്ന് ഞാൻ സിനിമയിൽ അഭിനയിക്കാനുള്ള ചാൻസ് പരിപാടി നോക്കി, നെറ്റ്വർക്കിംഗ് പരിപാടി ചെയ്ത് 1 വർഷം കൊണ്ട് നടപടിയൊന്നും ആയില്ല. അപ്പൊ വീട്ടിൽ നിന്ന് വിളി വന്നു. വീട്ടിൽ പറഞ്ഞേക്കണേ ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ പോയിന്നല്ലേ, പഠിത്തം കഴിയാറായി 1 കൊല്ലം എന്നല്ലേ പറഞ്ഞേ. ഞാൻ പറഞ്ഞു കഴിയാറായി, വരുക. ഒന്നും നടന്നില്ല, തിരിച്ചു വന്നു. പിന്നെ വീണ്ടും ഇതിനു വേണ്ടി നടക്കണമല്ലോ, അല്ലെങ്കിൽ പണിക്കുമ്പോൾ പറയും. പറ്റില്ലാത്തോണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് PG ചെയ്യണം എന്ന് പറഞ്ഞു. PG ചെയ്യണം എന്ന് പറഞ്ഞ് ഞാനങ്ങനെ
പിന്നെ ബാക്ക് ടു എറണാകുളം. അപ്പോഴാണ് അവരുടെ ഡിഗ്രി ജയിക്കുന്നത്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇവൻ ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഈ സിനിമ എന്ന് പറഞ്ഞ പരിപാടിയിലേക്ക് ഭയങ്കര. ഇവൻ ഞാനും അമീനൊക്കെ ഇപ്പൊ വന്നതാണെങ്കിൽ പോലും ഇവൻ കുറച്ച് കാലമായിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിന് വേണ്ടിയിട്ട് നല്ലോണം മെനക്കെട്ടിട്ടാണ് ഇത്ര വരെ എത്തിയത്. കാരണം എനിക്ക് ഈസി ആയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ടീമുണ്ട്. അതെ. ഇവനങ്ങനെയല്ല. ഒറ്റയ്ക്ക് വരുന്നവർക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഞാൻ ഒറ്റക്കാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ഓക്കെ, ഞാനാരായപ്പോ ടീമുണ്ട്. പക്ഷെ അതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഇവനിക്ക് ഇപ്പൊ ഈ ആട് 3-ലാണെങ്കിലും എല്ലാം പരിപാടി വന്നിട്ട് ഈ ഡെർബിന്റെ ക്ലാസ് ഒക്കെ ആയിട്ട് പോയത് മനസ്സിലായി. അപ്പൊ നല്ല ചാൻസ് ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഡെർബി എല്ലാ പടം ഉണ്ട്, അതുകൊണ്ടുള്ള കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഡെർബിയുടെ ഞങ്ങൾ അതും ഫുൾ നൈറ്റ് ഫൈറ്റ് ഷൂട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഓൾറെഡി ഡെർബിയുടെ ഷൂട്ട് തീർന്നിട്ടായിരുന്നു ആടിന്റെ ഷൂട്ട് തുടങ്ങാൻ വേണ്ടിയിരുന്നു. പക്ഷെ ഓൾറെഡി 2 ദിവസം ഷൂട്ട് ഈ ഷൂട്ട് ടൈമിൽ കയറി വന്നു. അപ്പൊ തന്നെ ഇതുപോലെ എന്റെ ഡയറക്ടർ മിഥുൻ മാൽ തോമസ് വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞു, വേടാ ഷൂട്ടിന്റെ ഡേറ്റ് കയറി വന്നിട്ടുണ്ട്, അപ്പോൾ നിനക്ക് അവിടെ നിന്ന് എത്താൻ പറ്റുമോ നോക്കാൻ പറയും. ഞാൻ പരമാവധി ട്രൈ ചെയ്തു, പക്ഷെ പറ്റില്ല. കാരണം ഫുൾ ചാർട്ട് ചെയ്തായിരുന്നു നമ്മളെ ഫുൾ ചാർട്ട്. നമുക്ക് ഭയങ്കര വിഷമായിരുന്നു ഇവൻ പോവാത്തോണ്ട്. 2 ദിവസം സമാധാനത്തിൽ കഴിഞ്ഞു. അങ്ങനല്ല, ആട് 3 കിട്ടാറുണ്ട്. അപ്പൊ അത് നടപടി അതിൻ്റെ അകത്തുണ്ട്. പിന്നെ 25 ഡെർബി വരും. ഡെർബി ഒരു വലിയ ഹിറ്റ് ആവും. കുറച്ചു കാലത്തിന് ശേഷം പൂമാനമേ പാട്ട് റെട്രോ സോങ്സ് ഒക്കെ ഹിറ്റ് ആക്കിയതിലും ഒരു വലിയ പങ്ക് ആദമിനുണ്ട്. ഇവനിക്ക് പ്രത്യേകിച്ച് ഒരു ഫാൻ ബേസ് ഉണ്ട്, പെൺകുട്ടികളെ മാത്രം. ഓസ്ലർ കഴിഞ്ഞ പിന്നെ ഭയങ്കര ഫാൻ ബേസ് ആണ്. നമ്മളിപ്പോ ഒരു 500 രൂപ ഗൂഗിൾ പേയിൽ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോ ഒരു കോളേജിലൊക്കെ പോയി കഴിഞ്ഞാല് നമ്മളൊക്കെ ഇങ്ങനെ പണ്ടാരും ഇല്ലാത്ത പൈസ കൊടുത്ത് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ ഞാനില്ലേ ഇല്ലാത്ത ഇവൻ കൊളാബ എന്റെ അടുത്ത് പറയും ഒരു കൊളാബ് ഒപ്പിച്ചു, ഞാൻ ഒപ്പിച്ചു കൊടുക്കും. അപ്പൊ ഇല്ലാത്ത പൈസ കൊടുത്ത് ഡ്രസ്സൊക്കെ മേടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുമ്പോ മൈക്ക് കൊടുക്കും, എന്തെങ്കിലും ചോദ്യം ചോദിക്കേണ്ടിട്ട് മൈക്ക് കൊടുക്കുമ്പോ അതും സിംഗിൾ ആണ്. അല്ല, റെട്രോ ഗാനങ്ങൾ ആ ഒരു സമയത്ത് നമുക്ക് ഓസ്ലർ ഇറങ്ങുന്നതിന് മുമ്പ്, പൂമാനം വരുന്നതിന് മുമ്പേ നമുക്ക് ആ ഒരു കാലഘട്ടത്തിലെ ഗാനങ്ങൾ അത്രയും സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. ഇത് പൂമാനം ഇറങ്ങിയതിന് ശേഷം ആ പാട്ട് ഹിറ്റായി, അതിലെ കോമ്പിനേഷൻ ഹിറ്റായി. അതിൽ ഞാനൊരു സത്യം പറയട്ടെ, ആ പാട്ട് ശരിക്കും പറഞ്ഞ ആ പാട്ട് പാടിയ ഗായകനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ പാട്ടാ. അതിലെനിക്കാണ് ഭാഗ്യം. നീ കട്ടെടുത്ത ഞങ്ങളുടെ 2 പേരും പാട്ടാണത്. അയാളിരുന്ന് പ്രാവായിരിക്കും. ഋഷി ആക്ച്വലി ഇല്ലേ ഭയങ്കര കൂളാണ് അങ്ങനെയൊക്കെ പറയും, പക്ഷെ ഉള്ളിൽ പേടിയുണ്ട്. ഞങ്ങൾ ഫണ്ണായിട്ട് ചെയ്തതാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇവ ഇങ്ങനെ ഞാൻ തന്നെ നോക്കിക്കൊണ്ടിരിക്കും, ഇവ ഇങ്ങനെ പറയുന്നില്ലല്ലോ. ശരിക്കും നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഈ സത്യത്തിൽ ഞാൻ പറയേണ്ട ഡയലോഗ്. കാരണം എന്ന് പറഞ്ഞാൽ ധ്യാൻചേട്ടനായിട്ടുള്ള ഇന്റർവ്യൂലൊക്കെ നമ്മൾ ഭയങ്കര ഈ പറഞ്ഞ സെറ്റിലൊക്കെ ഭയങ്കര കമ്പനിയാണ്. പക്ഷെ ഇതാണ് നമ്മള് ഇന്റർവ്യൂക്കകത്തിരിക്കുമ്പോഴും കാണിയാ, പക്ഷെ ആൾക്കാർക്ക് ഇത് മനസ്സിലാവുന്നു. അതുകൊണ്ട് പറയുന്നതാണ്, മനസ്സിലായോ? വെറുതെ ഒരു ഹേറ്റ് ഉണ്ടാക്കണ്ടല്ലോ. നമ്മളൊക്കെ ഭയങ്കര ചില്ലാണ് വെച്ചു. ഞാൻ കൊച്ചിയിലാണുള്ളത്. ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ ഫുൾ മറ്റേ പൊരിപ്പൊരിപ്പ പുള്ളിക്ക് മൊത്തം പിരിവിരിപ്പ്. നിങ്ങൾക്ക് ഇടയിൽ എങ്ങനെ ആദ്യം സർവൈവ് ചെയ്തു? അല്ല ഞാനിതൊന്നും പറയട്ടെ. നീ പറയണോ ഞാൻ പറയണോ? ഞാൻ പറയാം. പുള്ളി ഈ ചാർജ് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണം, ആരെയൊക്കെ മെന പണിതോണ്ടിരിക്കണം. ഞാൻ എന്നെ കൊണ്ടാ പറയണത്. ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കും, അങ്ങനെ ചെയ്യാണ്ടിരിക്കില്ല. അപ്പൊ ഇവരുണ്ടെങ്കിൽ തന്നെ സെറ്റിലും എനർജി ഉണ്ടാവും. സെറ്റില് അല്ല ഇവൻ ലാസ്റ്റ് കറങ്ങി തിരിഞ്ഞ് അമീനും ഋഷിയും തമ്മിൽ പറഞ്ഞില്ല അങ്ങോട്ട് ഇങ്ങോട്ട് ഇത് തന്നെ ഭയങ്കര രസാ. ഇവൻ എങ്ങനെ സർവൈവ് ചെയ്തെന്നല്ല ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. ഇവൻ ഫസ്റ്റ് വന്നപ്പോ പടത്തിന് വന്നപ്പോ ഞാൻ ഇവരോട് പറഞ്ഞാൽ ആദ്യം നമുക്ക് പറ്റിയ ഒരാളാണ് ഇവ. ഇങ്ങനെ മറ്റേ ജെന്റിൽമാൻ പരിപാടി ഇങ്ങനെ നിക്കണ ഒരു സെറ്റപ്പിൽ നമുക്ക് ഇത് നമ്മൾ ഈ കൂറ പരിപാടിയിലേക്ക് ഇവൻ വർക്കാണോ എന്നുള്ള ഒരു സാധനത്തിൽ നമ്മൾ റൂമിലൊക്കെ നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ സഭ്യത പാലിക്കണേ, മാക്സിമം ട്രൈ ചെയ്യാം. പക്ഷെ ആദ്യത്തെ ദിവസം കഴിഞ്ഞാൽ ഇവന്റെ തനി കൊണമാണ്. ഇതല്ല ആക്ച്വലി ഇവ അഭിനയിക്കുന്ന പക്ഷെ ഇവ ഇതല്ല ആക്ച്വലി. കോളേജിലൊക്കെ നമ്മള് പ്രൊമോഷൻ ആകുമ്പോഴേ മനപ്പുറം മിണ്ടാണ്ടിരിക്കും. മറ്റേ നട്ടുകൊണ്ടിട്ട് 5 മിനിറ്റ് ഒക്കെ ഇങ്ങനെ ഇരിക്കും. എനിക്ക് ഇവന്മാരുടെ ഇടയിൽ എനിക്ക് ഒരുപാട് ക്രൗഡ് ഉണ്ട്. എനിക്ക് എന്തോ പോലെ ഇവന്മാരുടെ ഞാൻ ഇതൊന്നും അല്ല. പ്രൊമോഷന്റെ എനർജി ബന്ധം എന്ന് പറയൂലേ, തമാശയല്ല. നമുക്ക് 58 ദിവസം ഒരു വീട്ടിലുണ്ടായിരുന്നു. 58 ദിവസം ഒരു വീട്ടിലാണ്. ഈ പറഞ്ഞ ഇത് തന്നെയായിരുന്നു. എന്ത് തുണി അയച്ചിട്ട് ഓക്കെ കഴിഞ്ഞ ഇല്ല
ഋഷി എനിക്ക് അവസാനമായിട്ട് ഒരു പാട്ട് പാടിത്തരും. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു റാപ്പ് കേൾക്കാൻ വേണ്ടിട്ട്. ഇവിടെ വന്നിട്ട് നിനക്ക് ഇവന്റെ പേര് പോലും അറിയില്ലായിരുന്നു. ഇവന്റെ പേര് ഞാനാണ് നിനക്ക് അല്ല. എന്റെ അടുത്ത് വന്നപ്പോ എന്തൊക്കെയാ പറഞ്ഞേ, എനിക്ക് നിന്നെ പണ്ടേ അറിയാതൊക്കെ പറഞ്ഞു. ചുമ്മാതാണ് ഇവൻ ഇട്ട് പൊരിക്കുക. എന്നെ ചതിക്കായിരുന്നു. അല്ലടാ അല്ല നിങ്ങളെ നാട്ടുകാരെ മുമ്പ് പരിചയമുണ്ടോ? ഇവനെയോ? ഇവനെ ഞാൻ ഇപ്പോഴാണ് പരിചയപ്പെടുന്നത്. പക്ഷെ ഇവനെ മറ്റേ പേര് മാറി. ഇല്ല, നമ്മള് വിചാരിക്കുന്നില്ലല്ലോ അമീൻ ഇത്ര കമ്പനിയാണ്. ഞാൻ അതിലെ നടന്നു വരുമ്പോ അമീൻ പെട്ടെന്ന് എന്നോട് ചോദിച്ചു എന്റെ പേരെന്താന്ന്. ഞാൻ നിന്ന നിപ്പില് വടിയായി പോയി. എനിക്ക് ഓർക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ നിന്നെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. എന്നാ മാറ്റണ്ട, അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഋഷിന്റെ പേര് പറ. നിനക്കത് ഇട്ട് തന്നത് മനസ്സിലായി. ആടെ പോയി കുളത്തിട്ട് ഋഷിന്റെ പാട്ടോട് കൂടി നമ്മൾ ഇത് നിർത്തുന്നതാണ്. ഞാൻ ഗുരുവായൂർ അമ്പലനടയിൽ ഞാനും ഡാബ്സിയും കൂടെ ചെയ്ത എന്റെ പോഷൻ ഞാൻ പാടാം. ഇങ്ങനെ കാക്കുന്നതായിരിക്കും ഞാൻ സിംഗറാണ്. അറിയപ്പെടാത്ത റാപ്പറാണ്, പ്രശസ്തനല്ലാത്ത റാപ്പർ. അപ്പോ എട്ടാം പണി ഊരാ കെട്ടാണിനി തീരാ ചുറ്റാണിനി ഏതോ ഗുളികന്റെ അപഹാരം പോലെ തൊന്തര പോയി. അപ്പം ഡെർബി സക്സസ്ഫുൾ ആയിട്ട് ഓടട്ടെ. എല്ലാവർക്കും കരിയറിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. താങ്ക് യു. എന്തെങ്കിലും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുമ്പോ എന്തെങ്കിലും വിഷമായിട്ടുണ്ടെങ്കിൽ സഹിച്ചാണ്.